Hello dears, welcome back to ISKSC English. Hello dear students. നമ്മൾ ഇന്ന് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ്. അപ്പോൾ നാലാമത്തെ യൂണിറ്റ് വരുന്നത് അനലൈസിങ് ലിറ്ററേച്ചർ എന്നുള്ള നാലാമത്തെ യൂണിറ്റിൽ APJ അബ്ദുൽ കലാമിലെ ഇഗ്നൈറ്റഡ് മൈൻഡ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്നുള്ളത് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാണ്. അപ്പോൾ നേരെ നമുക്കതിൻ്റെ അനലൈസേഷനിലേക്ക് പോവാം. ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കലാമിൻ്റെ പുസ്തകം. ആ പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ്. ഇറ്റ് ഈസ് എ സെമിനാർ ബുക്ക് ബൈ APJ അബ്ദുൽ കലാം which entreats Indian youth to ignite their minds. കലാമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ഡ്രീം ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ കലാം ഇന്ത്യയിലുള്ള യൂത്തിനോട് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ യൂത്തിനോട് കലാം ആവശ്യപ്പെടുന്നത് ടു ഇഗ്നൈറ്റ് ദയർ മൈൻഡ്, അവരുടെ മനസ്സിനെ ജ്വലിപ്പിക്കാൻ, അവരുടെ മനസ്സ് എന്ത് ചെയ്യട്ടെ, ഇഗ്നൈറ്റ് ചെയ്യട്ടെ. ഇഗ്നൈറ്റ് ദയർ മൈൻഡ് ആൻഡ് ഹേർട്ട് വിത്ത് ലൈറ്റ് ഓഫ് ആസ്പിരേഷൻസ്. എന്തുകൊണ്ടാണ് മനസ്സും ഹൃദയവും ഇഗ്നൈറ്റ് ചെയ്യേണ്ടത്? ലൈറ്റ് ഓഫ് ആസ്പിരേഷൻ. എന്താണ് ആസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ? ശക്തമായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ യൂത്തിനോട് പറയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആസ്പിരേഷൻസ്, സ്ട്രോങ് ഡിസയേഴ്സ്, ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സും ഹൃദയവും ജ്വലിക്കട്ടെ. ദ ബുക്ക് മോട്ടിവേറ്റ്സ് ദ യൂത്ത് ടു ഇന്നോവേറ്റ് ദംസെൽവ്സ്. ഈ പുസ്തകം, അതായത് ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്നുള്ള ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ ദ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു? യൂത്തിനോട് ആവശ്യപ്പെടുകയാണ്. ദ ബുക്ക് മോട്ടിവേറ്റ്സ് ദ യൂത്ത്. യൂത്തിനെ മോട്ടിവേറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ഇന്നോവേറ്റ് ദംസെൽവ്സ് ടു മേക്ക് ഇന്ത്യ എ മോർ പ്രോസ്പെറസ് ആൻഡ് റിച്ച് കൺട്രി. ഇന്ത്യയെ കൂടുതൽ സമ്പന്നവും സമ്പുഷ്ടവുമായ ഒരു രാജ്യമാക്കി മാറ്റണം. അത് ആര് വിചാരിച്ചാൽ നടക്കും? കലാം പറയുന്നത് ഇന്ത്യയിലെ യൂത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് യൂത്തിനോട് പറയാണ്, എന്താണ് പറയുന്നത്? ടു ഇന്നോവേറ്റ് ദംസെൽവ്സ്. അവരൊന്ന് ഇന്നോവേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് മാറണം. എന്നാൽ ഇന്ത്യയെ അവർക്ക് പ്രോസ്പെറസ് ആക്കി മാറ്റാം, അതുപോലെ തന്നെ റിച്ച് ആക്കി മാറ്റാം. ദിസ് ഈസ് എ ലോങ് പ്രോസസ് which requires drastic change in attitude and aptitude. അപ്പോൾ ഇത് അത്ര എളുപ്പമുള്ളൊരു പ്രവൃത്തിയല്ല. കലാം പറയാണ് ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് വിജയിക്കണമെങ്കിൽ ഇതിന് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, രണ്ട് കാര്യങ്ങളിലാണ് മാറ്റം വേണ്ടത്. ഒന്ന് ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം മാറണം. മറ്റൊന്ന് ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അഭിരുചിയിലും മാറ്റം വരണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കാനും അതുപോലെ തന്നെ സമ്പുഷ്ടമാക്കാനും നമ്മുടെ രാജ്യത്തിലെ യൂത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ അതിനാദ്യം വേണ്ടത് അവരുടെ ആറ്റിറ്റ്യൂഡും ഒന്ന് ചേഞ്ച് ചെയ്യണം. Though the country is renowned for its riches of manpower and material. നമുക്കറിയാം നമ്മുടെ രാജ്യം രണ്ട് കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്, റിച്ചാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? മാൻ പവർ കൊണ്ടും മെറ്റീരിയൽ കൊണ്ടും. അതായത് മാൻ പവർ, മനുഷ്യരുടെ ബലം, മാൻ പവറും മെറ്റീരിയലും. അപ്പോൾ മെറ്റീരിയൽ കൊണ്ടും മാൻ പവർ കൊണ്ടും നമ്മുടെ രാജ്യം സമ്പന്നമാണെങ്കിലും ദ നാഷൻ നീഡ്സ് എ പീസ്ഫുൾ കണ്ടീഷൻ. നമ്മുടെ രാജ്യത്തിന് വളരെ സമാധാനപരമായിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ആവശ്യം.
ടു സപ്പോർട്ട് ദി ക്രിയേറ്റീവ് എനർജീസ് ഓഫ് ദ യൂത്ത്. യൂത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അവരിലെ ക്രിയേറ്റീവ് എനർജി, അവരിലെ ക്രിയാത്മകത, ആ ക്രിയാത്മകതയെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് പീസ്ഫുൾ കണ്ടീഷൻ വേണം. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നല്ല മാൻ പവർ ഉണ്ട്. മാൻ പവർ മാത്രമല്ല മെറ്റീരിയലുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കുറവുള്ളത് അല്ലെ, വി ലാക്ക്, നമുക്ക് അഭാവമുണ്ട്, നമുക്ക് കുറവുണ്ട്. എ പീസ്ഫുൾ കണ്ടീഷൻ. നമുക്ക് എന്തിൻ്റെ കുറവുണ്ട്? വി ലാക്ക് ഓഫ് എ പീസ്ഫുൾ കണ്ടീഷൻ. അതായത് സമാധാനപരമായിട്ടുള്ളൊരു കണ്ടീഷൻ്റെ കുറവാണ്. നമുക്ക് നല്ല മാൻ പവറും ഉണ്ട്, നല്ല മെറ്റീരിയലും ഉണ്ട്, അത് പോരാ. നമ്മളുടെ യൂത്തിൻ്റെ ക്രിയേറ്റീവ് എനർജി അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ, അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് പീസ്ഫുൾ കണ്ടീഷൻ വേണം. ഇൻ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ്, കലാം റിക്കലക്ട്സ് വൺ ഓഫ് ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസസ് വെൻ ഹിസ് ഹെലികോപ്റ്റർ ക്രാഷ്ഡ്. കലാം തൻ്റെ ഡ്രീം ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം റിക്കളക്ട് ചെയ്യാണ്, തൻ്റെ ഓർമ്മ വീണ്ടെടുക്കുകയാണ്, ഓർത്തെടുക്കുകയാണ്. അതായത് തൻ്റെ ജീവിതത്തിലെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്. വെൻ ഹിസ് ഹെലികോപ്റ്റർ ക്രാഷ്ഡ്, തൻ്റെ ഹെലികോപ്റ്റർ യാത്രയിൽ ആ ഹെലികോപ്റ്റർ തകർന്നപ്പോൾ ഉണ്ടായ ആ ഒരു സംഭവം, ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ഓർത്തെടുക്കുന്നു. ഇൻ ദ ഇമ്പാക്റ്റ് ഓഫ് ദിസ് ആക്സിഡന്റ് ആൻഡ് ദി ട്രാങ്കുലൈസർ he broods over the chores and violences that humans undergo. ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റിലും അതുപോലെ തന്നെ ട്രാങ്കുലൈസർ, ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു. ഡോക്ടേഴ്സിൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹം ട്രാങ്കുലൈസർ യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാങ്കുലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗാണ്, മാനസിക ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നാണ്, ഡ്രഗ്സ് ആണത്. ദാറ്റ് മീൻസ് മരുന്ന്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ അതിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി കഴിച്ച ഡ്രഗ് ട്രാങ്കുലൈസർ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പാക്റ്റിൽ കലാം ചിന്തിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്? ദ ചോസ് ആൻഡ് വയലൻസസ് ദാറ്റ് ഹ്യൂമൻസ് അണ്ടർഗോ. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങൾ കടന്നു പോകുന്ന അക്രമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സംഘട്ടനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സംഘർഷങ്ങളെക്കുറിച്ചും വയലൻസിനെ കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും കലാം ചിന്തിക്കുകയാണ്. കലാം തിങ്സ് അബൌട്ട് ഹൗ ദ ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റീസ് ഫോട്ട് അഗെയിൻസ്റ്റ് ദീസ് ഡിവിഷൻസ് ആൻഡ് വയലൻസ്. അവ ഇത്തരത്തിലുള്ള വിഭജനങ്ങൾക്കെതിരായിട്ടും അതുപോലെ തന്നെ വയലൻസിനോടും എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റീസ്, മഹാന്മാരായിട്ടുള്ള ആളുകൾ, ഗാന്ധിയെ പോലുള്ള ആളുകൾ, അത്തരം മഹാന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഡിവിഷൻസിനും വയലൻസിനും എതിരെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്, അതിനെക്കുറിച്ച് കലാം ചിന്തിക്കുകയാണ്. കലാം ട്രൈസ് ടു ഗെറ്റ് ക്ലൂസ് ഫ്രം ഗ്രേറ്റ് ലീഡേഴ്സ് ആൻഡ് ഇന്നോവേറ്റേഴ്സ് ലൈക്ക് ഗാന്ധി. കലാം മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഇന്നോവേറ്റേഴ്സ്, നൂതനമായിട്ടുള്ള ആശയത്തിൻ്റെ ആളുകളിൽ നിന്നും അവരെ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ അവർ പരിഹരിച്ചത്, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളോട് അവർ ഫൈറ്റ് ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ട ക്ലൂസ് ഗ്രേറ്റ് ലീഡേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഇന്നോവേറ്റേഴ്സിൽ നിന്നും കലാം നേടിയെടുക്കാൻ, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നോവേറ്റേഴ്സ് ലൈക്ക് ഗാന്ധി, ലിങ്കൺ, അശോക, ഒമർ ആൻഡ് ഐൻസ്റ്റീൻ. അവ ഇന്നോവേറ്റീവ്സ് അല്ലെങ്കിൽ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള മഹാത്മാഗാന്ധി, എബ്രഹാം ലിങ്കൺ, അശോക, ഒമർ ആൻഡ് ഐൻസ്റ്റീൻ, ഇവരിൽ നിന്നൊക്കെ പാഠങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി, മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കലാം ശ്രമിക്കുന്നു. ടു മേക്ക് ഹിസ് ഓൺ കൺക്ലൂഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരിൽ നിന്നും
ഇവരുടേതായിട്ടുള്ള രീതികൾ മനസ്സിലാക്കിയെടുത്ത് അതിൽ നിന്നും തൻ്റേതായിട്ടുള്ള ഒരു കൺക്ലൂഷൻ, തൻ്റേതായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം കലാം നടത്തുകയാണ്. അങ്ങനെ കമ്മിങ് ടു ദ കൺക്ലൂഷൻ, അങ്ങനെ അവസാനം കലാം ആ നിഗമനത്തിലേക്ക് വരികയാണ്. ഹി റിയലൈസസ് ദാറ്റ് ദ ഓൺലി മെത്തേഡ് ടു സോൾവ് ദ ഡിസ്ട്രക്റ്റീവ് സൈഡ് ഇൻ ഹ്യൂമൻസ് ഈസ് അക്വയറിംഗ് എഡ്യൂക്കേഷൻ. ഇതാണ് കലാം എത്തിച്ചേർന്ന നിഗമനം. അതായത് മനുഷ്യനിലെ ഡിസ്ട്രക്റ്റീവ് സൈഡ്, അതായത് മനുഷ്യനിലെ അക്രമകരമായിട്ടുള്ള അല്ലെങ്കിൽ നശീകരണ സ്വഭാവമുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തിലെ ആ വശം, അല്ലെങ്കിൽ മനുഷ്യനിലെ ആ ഒരു അക്രമവാസന അല്ലെങ്കിൽ നശീകരണ സ്വഭാവം, അതിനെ സോൾവ് ചെയ്യുന്നതിന് ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അക്വയറിംഗ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. ഇതാണ് കലാം കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ. മനുഷ്യനിലെ ഡിസ്ട്രക്റ്റീവ് സൈഡിനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം? അക്വയറിംഗ് എഡ്യൂക്കേഷൻ, അവർ എഡ്യൂക്കേഷൻ നേടണം. അലോങ് വിത്ത് മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ എഡ്യൂക്കേഷൻ. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധ്യതകളും അതുപോലെ തന്നെ മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസും, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ സംബന്ധമായിട്ടുള്ള അവസരങ്ങളും അതുപോലെ തന്നെ സാധ്യതകൾക്കും ഒപ്പം കലാം പറയാൻ അത് മാത്രം പോരാ. എന്താണ് കലാം പറയുന്നത്? കലാം അഡ്വക്കേറ്റ്സ് the necessity to incorporate spiritual aspects to it. ഇതിനോടൊപ്പം ചേർത്ത് സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ മനുഷ്യന് ശരിക്ക് ഗുണം കിട്ടൂ. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ മെറ്റീരിയൽ ആയിട്ടുള്ള വശങ്ങൾ, അതായത് മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും മാത്രം പോരാ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണ ഗുണം മനുഷ്യന് ലഭിക്കില്ല. കലാം അഡ്വക്കേറ്റ്സ്, കലാം പറയുന്നത് ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണ ഗുണം മനുഷ്യന് ലഭിക്കണമെങ്കിൽ ദ നെസസിറ്റി ടു ഇൻകോർപ്പറേറ്റ്, ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തോട് ചേർക്കണം സ്പിരിച്വൽ ആസ്പെക്ട്സ് ടു ഇറ്റ്, അതായത് ആത്മീയമായ വശങ്ങൾ കൂടി. അതായത് വിദ്യാഭ്യാസത്തിന് ഭൗതികമായ വശങ്ങൾ പോരാ, ആ ഭൗതികമായ വശങ്ങൾ വേണം, അതോടൊപ്പം കൂടി സ്പിരിച്വൽ ആസ്പെക്ട്സ് കൂടി ആഡ് ചെയ്യണം എന്നാണ് ആര് പറയുന്നത്? കലാം പറയുന്നത്. ദിസ് സിംബയോസിസ് ഓഫ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ഈസ് ഇൻഎവിറ്റബിൾ ടു സോൾവ് ദ കണ്ടംപററി ഹേർഡിൽസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക പ്രശ്നങ്ങൾ, കണ്ടംപററി ഹേർഡിൽസ്, സമകാലിക ഇഷ്യൂസ്, കണ്ടംപററി ഇഷ്യൂസ്, സമകാലിക പ്രശ്നങ്ങൾ മനുഷ്യന് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിൽ മെറ്റീരിയൽ ആയിട്ടുള്ള വശങ്ങളോടൊപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള വശങ്ങളും കൂടി സമന്വയിപ്പിക്കണം, യോജിപ്പിക്കണം. സിംബയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കണം, സമന്വയിപ്പിക്കണം. ദ സ്പിരിച്വൽ ആൻഡ് ദി മെറ്റീരിയൽ ഈസ് ഇൻഎവിറ്റബിൾ. ഇത് രണ്ടും അനിവാര്യമാണ്. അതായത് എഡ്യൂക്കേഷനിൽ മെറ്റീരിയൽ മാത്രം പോരാ. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, സമകാലിക പ്രശ്നങ്ങൾ, കണ്ടംപററി ഹേർഡിൽസ് പരിഹരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ എഡ്യൂക്കേഷനിൽ മെറ്റീരിയൽ ആസ്പെക്ട്സ് മാത്രം പോരാ, സ്പിരിച്വൽ ആസ്പെക്ട്സ് കൂടി വേണമെന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? കലാം അഭിപ്രായപ്പെടുന്നത്. This balance between the material desires and spiritual pursuits help a person to achieve peacefulness in his life. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അയാളുടെ ലൈഫിൽ മെറ്റീരിയൽ ഡിസയേഴ്സും സ്പിരിച്വൽ പേഴ്സ്യൂട്ട്സും തമ്മിൽ ഒരു ബാലൻസ് വേണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ്, ഒരു തുല്യത വേണം.
അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മെറ്റീരിയൽ ഡിസയറും വേണം, സ്പിരിച്വൽ പേഴ്സ്യൂട്ടും, രണ്ടും തമ്മിലൊരു ബാലൻസ്, ഒരു നിശ്ചിത അനുപാതത്തിൽ അല്ലെങ്കിൽ രണ്ടും ഒരു നിശ്ചിത അളവിൽ ഒരു ബാലൻസിൽ രണ്ടും വേണം. ഒരിക്കലും ഒരാളിൽ സ്പിരിച്വാലിറ്റി മാത്രം ഉണ്ടായാൽ പോരാ, അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിസയർ മാത്രം ഉണ്ടായാൽ പോരാ. ഇതാണ് കലാം പറയുന്നത്. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾ പീസ്ഫുൾനെസ് അച്ചീവ് ചെയ്യണമെങ്കിൽ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനമാണ്. അപ്പം നമ്മളെ ലൈഫിൽ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മളെ ലൈഫ് എങ്ങനെയായിരിക്കണം? നമ്മളെ ലൈഫ് ബാലൻസ് ചെയ്തിട്ടാവണം. എന്തൊക്കെ രണ്ട് കാര്യങ്ങൾ? മെറ്റീരിയൽ ഡിസയറും അതുപോലെ തന്നെ സ്പിരിച്വൽ പേഴ്സ്യൂട്ട്. ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് നമ്മുടെ ലൈഫിൽ വേണം. കലാം സജസ്റ്റ് ചെയ്യാണ്. എന്താണ് കലാം സജസ്റ്റ് ചെയ്യുന്നത്? കലാം സജസ്റ്റ് ഇന്ത്യൻ യൂത്തിനോട്, അതായത് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് കലാം നിർദ്ദേശിക്കുകയാണ് ടു അൺലീഷ് ദയർ ഇന്നർ പവർ. അവരുടെ ഇന്നർ പവർ, അവരുടെ ആന്തരിക ശക്തി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ പവറിനെ അവർ അൺലീഷ് ചെയ്യണം. എന്ന് വെച്ചാൽ അവർ തുറന്നു വിടണം, അല്ലെങ്കിൽ അവർ ഫ്രീ ആക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു സെർവ് ദയർ മദർലാൻഡ്. അവരുടെ മാതൃരാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ മാതൃരാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് കലാം സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ഇന്നർ പവറിനെ അൺലീഷ് ചെയ്യണം, സ്വതന്ത്രമാക്കണം, നിങ്ങൾ തുറന്നു വിടണം. In this pursuit, he recommends both the scientific temper and spirit of enquiry. അതായത് അദ്ദേഹം ചെറുപ്പക്കാരോട് പറയാണ്, ഈ ഒരു പെർസ്യൂട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിൽ, ഈ ഒരു ശ്രമത്തിൽ അദ്ദേഹം ചെറുപ്പക്കാരോട് റെക്കമെൻഡ് ചെയ്യാണ്. അതായത് ബോത്ത് ദി സയന്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അതായത് ഇത് രണ്ടും ആവശ്യമാണ്. അതായത് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ ബോധവും വേണം, അതുപോലെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഒരു അന്വേഷണ തീക്ഷ്ണതയും വേണം. ടു ടേക്ക് ദിസ് നാഷൻ റിച്ച് വിത്ത് റിസോഴ്സസ് ഇൻ ടു എ ഹാപ്പിയർ വൺ. അതായത് റിസോഴ്സസ് കൊണ്ട് സമ്പന്നമായ രാജ്യം. രണ്ട് തരത്തിലുള്ള റിസോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞു, മാൻ പവറും അതുപോലെ തന്നെ മെറ്റീരിയലും. ഈ രണ്ട് റിസോഴ്സസ് കൊണ്ടും സമ്പന്നമായിട്ടുള്ള രാജ്യം, ആ രാജ്യത്തെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതിന് ചെറുപ്പക്കാരോട് പറയാണ്, കലാം റെക്കമെൻഡ് ചെയ്യാണ് ബോത്ത് സയന്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഇത് രണ്ടും അത്യാവശ്യമാണ്. ടു ടേക്ക് ദിസ് നാഷൻ റിച്ച് വിത്ത് റിസോഴ്സസ് ഇൻ ടു എ ഹാപ്പിയർ വൺ. ടു അക്വയർ ദിസ് എയിം, ഈ ലക്ഷ്യം നമ്മൾ നേടുന്നതിന് ഹി റെക്കമെൻഡ്സ് അഡോപ്റ്റിംഗ് ദ മോഡൽസ് ഓഫ് എക്സംപ്ലറി പേഴ്സണാലിറ്റീസ്. അതായത് ഈ ഒരു ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം നേടുന്നതിന് നമ്മൾ എക്സംപ്ലറി ലീഡേഴ്സിനെ നമ്മൾ മാതൃകയാക്കണം. അപ്പോൾ എക്സംപ്ലറി ലീഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി, അശോക, ഉമർ, ഐൻസ്റ്റീൻ ഇവരെ പോലുള്ള എക്സംപ്ലറി ലീഡേഴ്സ്, മാതൃകയാക്കാവുന്ന ഉദാത്തരായിട്ടുള്ള നേതാക്കന്മാർ, ഇവരുടെയൊക്കെ സ്വഭാവങ്ങളിൽ, ഇവരുടെയൊക്കെ പേഴ്സണാലിറ്റീസിൽ, അതുപോലെ തന്നെ ഇവരുടെ എല്ലാം ക്യാരക്ടറിൽ എന്തുണ്ട്? നല്ല ഉദാത്തമായ, നമുക്ക് ഫോളോ ചെയ്യാവുന്ന മാതൃകയുണ്ട്. അപ്പൊ അത്തരം ലീഡേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മാതൃകയായിട്ട് അഡോപ്റ്റ് ചെയ്യണം, നിങ്ങൾ സ്വീകരിക്കണമെന്നും കലാം യൂത്തിനോട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് കലാമിന്റെ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്ന് പറയുന്നതിന്റെ അനാലിസിസ്. അപ്പൊ ഇനി നമുക്ക് ദ ഓപ്പൺ വിൻഡോ എന്നുള്ളതാണ്. അതായത് ഹെക്ടർ ഹ്യൂ മുൺറോയുടെ വളരെ ഫേമസ് ആയിട്ട് സാക്കി എന്നുള്ള തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഹെക്ടർ ഹ്യൂ മുൺറോയുടെ ദ ഓപ്പൺ വിൻഡോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.
ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് ഞാൻ നൽകും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.